അപ്പം അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താണ് അക്കൗണ്ടിങ്, ആരാണ് അക്കൗണ്ടൻറ്റ്, എന്താണ് അക്കൗണ്ടൻസി, അങ്ങനെയുള്ള കുറച്ച് ടേംസ് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പഠിക്കാനും ഉള്ളത്, ഞാൻ പറഞ്ഞു തരാനും പോകുന്നത്. ആദ്യമേ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന് മെയിനായിട്ട് ഒരു ഡെഫിനിഷനുണ്ട്. ഈ ഡെഫിനിഷൻ നമ്മളങ്ങ് കാണാതെ പഠിച്ചാൽ മതി. +1 +2 BCom MCom എല്ലാ സ്റ്റുഡൻസിനും ഉപകാരപ്പെടുന്ന ഒരു ഡെഫിനിഷനാണ്. ഇത് നമ്മളങ്ങ് കാണാതെ പഠിച്ചാൽ മാത്രം മതി. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഹാഡ് ഡിഫൈൻഡ് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. ഓക്കെ, ഞാനിതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും പാർട്ട് അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മാത്രം മതി. നമുക്ക് എന്താണ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെഫിനിഷനാണ് ഈ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അക്കൗണ്ടിങ് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. എന്തിൻ്റെയൊക്കെ? ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഒരു ഓർഗനൈസേഷനിലുള്ള നമുക്ക് ബേസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഇവൻസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറിൻ്റെ ഒരു പാർട്ടിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുന്ന, സമ്മറൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ് ദെയർ ഓഫ്. അതിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അക്കൗണ്ടിങ്ങിന് ഈ ഡെഫിനിഷൻ നമ്മളങ്ങ് കാണാതെ പഠിച്ചിരിക്കണം, ഞാനിപ്പോൾ പറഞ്ഞിരുന്ന ഡെഫിനിഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പം അക്കൗണ്ടിങ്ങിൻ്റെ ജസ്റ്റ് ഒരു മീനിങ് ആണ് പറയുന്നത്. അക്കൗണ്ടിങ് ക്യാൻ ദെയർഫോർ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, മെഷറിംഗ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ relating to the economic events of an organization to the industry users of such ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പോൾ അതും കൂടെ അങ്ങ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, Okay, accounting can therefore be defined as the process of identifying, measuring, recording and communicating the required information relating to the economic events of an organization. അപ്പം ഇനി ഇതിനകത്ത് പറയാനുള്ളത് ഇക്കണോമിക് ഇവൻറ്റ്സ് എന്താണ്, ഓർഗനൈസേഷൻ എന്താണ്, അതും ഞാൻ വഴിയെ പറഞ്ഞു വരുന്നതായിരിക്കും. പിന്നെ ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ഇതൊക്കെ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. പക്ഷേ ഇപ്പം ജസ്റ്റ് മീനിങ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പം അക്കൗണ്ടിങ് ക്യാൻ ബി ദെയർഫോർ ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ്, റെക്കോർഡിങ്. ഒരു ഓർഗനൈസേഷനിലെ ട്രാൻസാക്ഷൻസ്, ഇക്കണോമിക് ഇവൻറ്റ്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യുന്ന, ഐഡൻറ്റിഫൈ ചെയ്യുന്ന, റെക്കോർഡ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഇക്കണോമിക് ഇവൻറ്റ്സ് എന്ന് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഓക്കെ, ഇക്കണോമിക് ഇവൻറ്റ്സ് എന്താണെന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ബിസിനസ് ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് ഇക്കണോമിക് ഇവൻറ്റ്സ്. ആൻഡ് ഇക്കണോമിക് ഇവൻറ്റ് ഈസ് നോൺ ആസ് ദ ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസ് ടു എ ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് വിച്ച് ആർ മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. ഒരു ട്രാൻസാക്ഷനാണ് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, പക്ഷേ അതിനെ നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ കഴിയുന്ന എന്ത് ട്രാൻസാക്ഷൻസിനെയും ഇക്കണോമിക് ഇവൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു എന്തെങ്കിലും സാധനം മേടിക്കാൻ, ഒരു പർച്ചേസ് ചെയ്യാൻ, നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി കടയിൽ പോകുന്നു. കടയിൽ പോയി കഴിഞ്ഞാൽ ആ കടയ്ക്ക്, ആ ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ്, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. അതാണ് എൻ്റെ എക്സാമ്പിൾസായി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് എന്ത്, ഇക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന മോണിറ്ററി ട്രാൻസാക്ഷൻസിനെയാണ് ഇക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഡിറ്റർമൈനിങ്
ഇറ്റ് മീൻസ് ഞാൻ മാർക്ക് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇറ്റ് മീൻസ് ഡിറ്റർമൈനിങ് വാട്ട് ട്രാൻസാക്ഷൻസ് ടു റെക്കോർഡ് ടു ഐഡൻറ്റിഫൈ events which are to be recorded. It involves observing activities and selecting those events that are of the considered financial characters and relate to the organization. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് എന്താണ് മോണിറ്റർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒന്നും കഴിയത്തില്ല. എന്ത് കാര്യമാണ്, ഒരു ട്രാൻസാക്ഷൻ നടന്നാലും മാത്രമേ അത് റെക്കോർഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷേ അത് എന്ത് ട്രാൻസാക്ഷൻ ആയിരിക്കണം? മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആയിരിക്കണം, ഇക്കണോമിക് ഇവൻ്റ് ആയിരിക്കണം നമ്മുടെ ഓർഗനൈസേഷനിൽ നടന്നിരിക്കുന്നത്. അത് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണ്, അത് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണോ എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് quantification of business transactions into financial terms by using monetary unit, rupees and paise as a measuring unit. ഓക്കെ, അപ്പോൾ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ഫിനാൻഷ്യൽ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ, അതിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ, മോണിറ്ററി യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. മോണിറ്ററി യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? റുപ്പീസ്, പൈസ. ഓക്കെ, അതിനെയാണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി റെക്കോർഡിംഗ് എന്താണ്? വൺസ് ദി ഇക്കണോമിക് ഇവൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ് ദ മെഷേർഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ്, ദീസ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ മോണിറ്ററി ടേംസ് ആൻഡ് ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ. ഓക്കെ, ഒരു പ്രാവശ്യം ഒരു ഓർഗനൈസേഷനിലെ ഇവൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു, അതിനെ നമ്മൾ മോണിറ്ററി ടേംസിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനെയാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ ഇക്കണോമിക് ഇവൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ്, മെഷേർഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ ഓർഡർ ദാറ്റ് ദ pertinent information is generated and communicated in the certain form to management and other internal and external users. Okay, the information is regularly communicated through accounting reports. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഇക്കണോമിക് ഇവൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ മെഷർ ചെയ്തു, നമ്മൾ മോണിറ്ററി ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമ്മൾ ഹയർ അതോറിറ്റീസിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഹയർ അതോറിറ്റീസിനെ നമ്മൾ ഇൻഫോം ചെയ്യണം, ഇന്നയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നടന്നിട്ടുണ്ട്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സിന് നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഓർഗനൈസേഷൻ എന്താണ് ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദി business enterprises, whether for profit or not profit motive, depending upon the size of activities and level of business operations. It can be a sole proprietary concerns, partnership firm, cooperative society, company, local authority, municipal corporation or any other association of person. Okay, അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ? ഇപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസസിനെ നമ്മൾ ഒരു നമ്മളിപ്പം കൊമേഴ്സ് സ്റ്റുഡൻറ്റ് നമ്മൾ ഇനി അക്കൗണ്ടൻറ്റ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആണ്, പക്ഷേ നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യണം. നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് ആയിരിക്കണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ അത് ഞാൻ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പം കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ ഈ ബിസിനസ് ആസ് എ ബിസിനസ് നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ് വേണം. അതിനാണ് ബിസിനസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് കണ്ടക്റ്റ് ചെയ്യുന്ന ആ പ്ലേസിനെ, അല്ലെങ്കിൽ നമുക്കൊരു ലൊക്കേഷൻ വേണ്ടേ? നമ്മളിപ്പം സാധനങ്ങളും സേവനങ്ങളും നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് നമ്മൾ കൊണ്ടുപോയി വിൽക്കണം. അതിന് വേണ്ടിയിട്ട് വെറുതെ നമ്മളങ്ങ് വിറ്റ് നടന്നാൽ അത് ബിസിനസ്സാണെന്ന് പറയത്തില്ല. പക്ഷേ അതേസമയം നമുക്കൊരു പ്രോപ്പർ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലൊക്കേഷനാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് ഓർഗനൈസേഷൻ, ഫോം, അതൊക്കെയാണ്. ഓക്കെ, ഇത് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആകാം, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആകാം. 2 ടൈപ്പ് ഓർഗനൈസേഷൻ ഉണ്ട്. പ്രോഫിറ്റ് ഓർഗനൈസേഷനുണ്ട്, നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനുണ്ട്. ഓൾ ബിസിനസ്, നമ്മളിപ്പം കടയിലൊക്കെ പോയി ഷോപ്പിലൊക്കെ പോയി സാധനങ്ങൾ മേടിക്കുന്ന അതൊക്കെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത് ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത്
ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിനെ പറ്റി ആദ്യമേ ഒരു മീനിങ്ങും കാര്യങ്ങളും ഡെഫിനിഷനൊക്കെ പറഞ്ഞ് ഇനി ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു തരാം. അക്കൗണ്ടിങ് എന്ന് പറയുമ്പം അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇതിൽ അധികം അക്കൗണ്ടിങ് ഉണ്ട്, പക്ഷേ ഇത് മൂന്നും മാത്രമാണ് നമുക്ക് ചെറുതായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അസിസ്റ്റ് കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, the preparation and presentation of financial report in order to arrive at a measure of organizational success and financial soundness. Okay, ഒരു ഓർഗനൈസേഷനിൽ ആ ഓർഗനൈസേഷൻ ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കുന്ന അക്കൗണ്ടിങ് ആയിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതെന്ന് പറയുമ്പം എപ്പോഴും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് പ്രസൻറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? Cost accounting assists in analyzing the expenditure for ascertaining the cost of various products manufactured or service rendered by the firm and fixation of price thereof. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചേർഡ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്ലേസിൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണം നമ്മൾ. ആ ടൈമിൽ ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്, അതിനെത്ര പ്രൈസ് ഫിക്സ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പേര് പോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലെ മെയിനായിട്ടുള്ള ഓപ്പറേഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, അതുപോലുള്ള ഹയർ അതോറിറ്റീസ് എടുക്കുന്ന ഓപ്പറേഷൻസ്, ഡിസിഷൻസ്, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പീപ്പിൾ. Management accounting deals with the provisions of necessary accounting information to people within the organization to enable them in decision making, planning and controlling the business operations. ഒരു ബിസിനസ് ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അത് മാനേജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്ന ഒരു അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, ഇനി അടുത്തത് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും ഫീച്ചേഴ്സ് ചോദിച്ചാലും അഡ്വാൻറ്റേജസ് ചോദിച്ചാലും ഇനി പറയുന്ന കാര്യങ്ങൾ എഴുതാം. ഓക്കെ, റിലയബിലിറ്റി ആണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. റിലയബിലിറ്റി മീൻസ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷൻസ്. ദ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഡിഗ്രി ഓഫ് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ വാട്ട് ദ ഇൻഫർമേഷൻ കൺവേസ് അബൌട്ട് ദി ട്രാൻസാക്ഷൻസ് ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് occurred, measured and displayed. A reliable information should be free from error and bias and faithfully represent what it is meant to represent. To ensure reliability, the information disclosed must be credible, verifiable by independent parties, use the same method of measuring and be neutral and faithful. ഓക്കെ, റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ധാരാളം പ്രോസസ്സിലൂടെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന എൻറ്റയർ പ്രോസസ്സ് വന്നെത്തുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പല എററുകൾ, മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ പണ്ടൊക്കെ ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. പണ്ടൊക്കെ ഈ ഇപ്പം നമുക്കിപ്പം പുറത്തോട്ടിറങ്ങിയാൽ തന്നെ ഒരുപാട് ഷോപ്പുകൾ കാണാം. അപ്പോൾ ആ ഷോപ്പുകളിലൊക്കെ പണ്ടൊക്കെ ഈ ആൾക്കാർ ബുക്കിലൊക്കെയാണ് മാനുവലായിട്ടാണ് എന്തെഴുതി വയ്ക്കുന്നത്. ഈ നമ്മൾ സാധനങ്ങൾ വന്ന് വാങ്ങുന്നതും നമ്മളിപ്പം കടയിൽ പോയി പറ്റൊക്കെ പറയും. അപ്പോൾ അത് മാനുവലായിട്ടാണ് അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഡെവലപ്മെൻ്റ് ആയപ്പോൾ എന്തായി? ഇന്നൊവേഷൻ ടെക്നോളജി വന്നപ്പോൾ എന്തായി? നമ്മളിപ്പം അക്കൗണ്ടിങ് എന്തിലായി? കമ്പ്യൂട്ടറൈസ്ഡ് ആയി. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടി ആയതുകൊണ്ട് റിലയബിലിറ്റി, എറർ ഫ്രീ ആണ്, എറർ ഇല്ല, തെറ്റ് കാണത്തില്ല, ബയാസ് ഇല്ല എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. നെക്സ്റ്റ് one is understandability. Understandability means decision makers must interpret accounting information in the same sense as it is prepared and conveyed to them. The qualities that distinguish between good and bad communication in a message
are fundamental to the understandability of the message. A message is said to be effectively communicated when it is interpreted by the receiver of the message in the same sense in which the sender has sent. Accountants should present the comparable information in the most intelligible manner without sacrificing the relevance and reliability. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുമ്പം ഈ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഹയർ അതോറിറ്റീസിന് മനസ്സിലാവുന്ന രീതിയിലും നമ്മുടെ ഇൻറ്റേർണൽ യൂസേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലും നമ്മുടെ എക്സ്റ്റേണൽ യൂസേഴ്സിന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും പ്രോപ്പർ മാനറിലായിരിക്കും അക്കൗണ്ട്സ് എല്ലാം. നെക്സ്റ്റ്, comparability. It is not sufficient that the financial information is relevant and reliable at a particular time, in a particular circumstance, or for a particular reporting entity, but it is equally important that the use of the general purpose financial reports are able to compare various aspects of entities over different time period and with other entities. ഓക്കെ, നമുക്കിപ്പം ഒരു ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് എടുത്തിട്ട് നമുക്ക് മറ്റ് ഓർഗനൈസേഷനിലെ അക്കൗണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയും. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡ്സ് മെയിൻ്റെയിൻസ് ചെയ്യുന്നു. അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു ഓർഗനൈസേഷനിലെ അക്കൗണ്ടിങ് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് റെക്കോർഡായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. Even the most brilliant executive or manager cannot accurately remember the numerous amount of varied transactions such as purchases, sales, receipts, payments, etc. that takes place in business every day. Hence, a proper and complete record of all business transactions are kept regularly. Moreover, the recorded information enables verifiability and act as an evidence. Okay, നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ട്രാൻസാക്ഷൻസ് എല്ലാം മോണിറ്ററി ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഒരു ആസ് എ മാൻ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഷോപ്പ് നടത്തുകയാണെങ്കിൽ, എനിക്കൊരു വലിയ ഷോപ്പ് ഉണ്ടെങ്കിൽ ഞാനിപ്പം എനിക്ക് പർച്ചേസും സെയിൽസും എന്തൊക്കെ കാര്യങ്ങളാണ് ഓർഗനൈസേഷനിൽ നടന്ന പർച്ചേസും സെയിൽസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ പർച്ചേസ് സെയിൽസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എനിക്കത് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു വലിയ ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും ഡെയിലി. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ്സ് എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് ആർ കീൻ ടു ഹാവ് എ idea about the net result of their business operations periodically, whether the business has earned profit or incurred losses. Thus, another objective of accounting is to ascertain the profit and or loss sustained by a business during. Okay, അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റും ലോസും ഒരു ഓർഗനൈസേഷനിൽ, അപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേണ്ടത് പ്രോഫിറ്റാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ, ഞാൻ തനിച്ചാണ് ഒരു ബിസിനസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ അത് എനിക്ക് തന്നെയാണ് പ്രോഫിറ്റ്. എനിക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭമാണ്, ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. എനിക്ക് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണ് നഷ്ടം. ആസ് എ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടത്തോടു കൂടി നടത്തുന്ന ബിസിനസ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് നടത്തുന്ന ബിസിനസ്സാണ് പാർട്ണർഷിപ്പ്. അപ്പോൾ ഈ ഞങ്ങൾ കൂട്ടത്തോടെ നടത്തുന്ന ബിസിനസ്സാണെങ്കിൽ അതിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്, നഷ്ടം വന്നു കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അക്കൗണ്ട്സിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും ലോസും അസർട്ടൈൻ ചെയ്യാൻ കഴിയും. അടുത്തത്, പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. നമ്മുടെ യൂസേഴ്സ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് പറഞ്ഞുതരാം, ഇൻവെസ്റ്റേഴ്സ്, അതൊക്കെ ഇനി നിങ്ങൾ പഠിക്കുന്നതാണ്. യൂണിയൻ ആൻഡ് എംപ്ലോയീസ് ഗ്രൂപ്പ്സ്, ഇൻഫർമേഷൻസ് ഓൺ സ്റ്റെബിലിറ്റി, ലെൻഡേഴ്സ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇവരൊക്കെയാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്സ് ഓഫ് യൂസേഴ്സ് ആണ്. ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അതിൽ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ളവരാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ പുറത്തുള്ളവരായിരിക്കും, അവരാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അപ്പം ഇവർക്ക്
അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഏത് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജാണ്.